കഥയെ ആരംഭിക്കുന്നത് ജേഹി എന്ന യുവതിയെയും ഹ്യുങ്സു എന്ന പേരുള്ള ഒരു യുവാവിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് ജേഹിയുടെ വിവാഹ ദിവസമായിരുന്നു. അവൾ അവിടെ ഒരു ബാൽക്കണിയിൽ ചെന്ന് നിന്ന് സിഗരറ്റ് പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹ്യുങ്സു കടന്നു വന്നത്. ഇരുവരും പരസ്പരം നോക്കി കണ്ടു. ഇരുവരുടെയും കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും വർഷങ്ങൾ പിന്നിലേക്ക് പോകുന്നു. ഇരുവരും അവരുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സമയം 20 വയസ്സ് പ്രായക്കാലം. കോളേജ് ബസ് സ്റ്റോപ്പിലെത്തി. ജേഹി അവിടെ തന്റെ വണ്ടി പാർക്ക് ചെയ്ത് ഫുൾ എനർജിയിൽ കോളേജ് ബസ്സിലേക്ക് കയറി. വൈകാതെ യൂണിവേഴ്സിറ്റിയിലും എത്തി. ക്ലാസ്സിൽ വരെ ജേഹി എടുത്തു നിൽക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൾക്ക് മികച്ച രീതിയിൽ ഫ്രഞ്ച് അറിയാം. ഫ്രഞ്ച് അധ്യാപകൻ വരെ അതിൽ അതിശയിച്ചിരുന്നു. പക്ഷേ മറുവശത്ത് അതേ ക്ലാസ്സിലുള്ള ഹ്യുങ്സു ആകട്ടെ വളരെ ക്വയറ്റായ, അല്പം നാണം കുണുങ്ങിയായ, ഇൻട്രോവേർട്ടായ പയ്യനാണ്. മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാനൊക്കെ ഹ്യുങ്സുവിന് വലിയ പ്രയാസമായിരുന്നു. ആദ്യ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞതും ജേഹി അവിടെ ഒരു സംസാര വിഷയമായി. കുട്ടികളുടെ ഇടയിൽ ജേഹി ഒരു അടിപൊളി പെൺകുട്ടിയാണെന്നും അവളൊരു പോക്ക് കേസാണ് എന്ന മട്ടിലൊക്കെയുള്ള സംസാരം തുടങ്ങി. കോളേജിലെ മറ്റ് പെൺകുട്ടികളും ജേഹിയുടെ ആ സഡൻ പോപ്പുലാരിറ്റിയിൽ അത്യാവശ്യമൊന്ന് അസൂയപ്പെട്ടിരുന്നു. അടുത്തൊരു ദിവസം വൈകിട്ടാണ് ഒരു സംഭവം നടന്നത്. ജേഹി മദ്യപിച്ച് അവിടെ ഒരു വശത്തൂടെ വരുമ്പോ ഹ്യുങ്സു ഒരാളുമായി ഗാഢമായി ചുംബനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു. അവൾ അവനെ തട്ടി വിളിച്ചു. അവൻ ആ ചുംബനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നതാകട്ടെ അവരുടെ ഫ്രഞ്ച് പ്രൊഫസറുമായിട്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ജേഹി ഞെട്ടിത്തെറിച്ചു പോയി. ജേഹി അത് കണ്ട് വല്ലാത്തൊരു ചിരി ചിരിച്ചു. പക്ഷേ ആ ഒരു കാഴ്ചയിൽ ചില കാര്യങ്ങൾ അവൾക്ക് വ്യക്തമായിരുന്നു. ഹ്യുങ്സു ഒരു സ്വവർഗ അനുരാഗിയാണ്. പക്ഷേ പൊതുജനങ്ങളെയും സൊസൈറ്റിയെയും ഒക്കെ ഹ്യുങ്സുവിന് പേടിയായിരുന്നു. അതുകൊണ്ട് തന്റെ സെക്ഷ്വാലിറ്റി എപ്പോഴും അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ജേഹി അത് കണ്ടിരിക്കുന്നു. ഇനി എന്താവും സംഭവിക്കുക എന്നവന് ഭയമുണ്ടായിരുന്നു. ഇതിനിടയിൽ കോളേജിൽ എങ്ങനെയോ വാർത്തയെത്തി. ഫ്രഞ്ച് പ്രൊഫസറെയും സ്കൂൾ വിദ്യാർത്ഥിയെയും ആരോ തെറ്റായ സാഹചര്യത്തിൽ കണ്ടു എന്ന മട്ടിലാണ് വാർത്ത പ്രചരിച്ചത്. പലരും അത് ഹ്യുങ്സുവാണെന്ന മട്ടിൽ ഹ്യുങ്സുവിലേക്ക് വിരൽ ചൂണ്ടാനും ആരംഭിച്ചിരുന്നു. കുട്ടികളൊക്കെ ഹ്യുങ്സുവിന് നേരെ തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഹ്യുങ്സുവും വല്ലാതെ ആങ്ഷ്യസ് ആയിരുന്നു. പക്ഷേ കൃത്യസമയം ഹ്യുങ്സുവിനടുത്തേക്ക് ജേഹി എഴുന്നേറ്റ് നടന്നു വന്നു. പിന്നാലെ തന്റെ ലൈറ്റർ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദേ നിന്റെ ലൈറ്റർ നീ മറന്നുപോയതാ. ഇന്നലെ നീ ഉറങ്ങിക്കിടന്ന ആ മുഖം ഒന്ന് കാണണമായിരുന്നു. തമാശയോടെ ജേഹി ഉച്ചത്തിലങ്ങനെ പറഞ്ഞത് അത്ര നേരം ഹ്യുങ്സുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അവന്റെ ക്ലാസ്മേറ്റ്സിനിടയിൽ മൊത്തത്തിലൊരു സംശയമങ്ങുണ്ടാക്കി. ജേഹി സത്യത്തിൽ ഹ്യുങ്സുവിനെ സംരക്ഷിച്ചതായിരുന്നു. ഹ്യുങ്സുവും ജേഹിയും തലേന്ന് രാത്രി ഒന്നിച്ച ചിലവഴിച്ചത് എന്ന തരത്തിലൊരു സംസാരവും അതോടെ ഉടലെടുക്കാൻ തുടങ്ങി. ഹ്യുങ്സുവിനും ജേഹിയോട് വല്ലാത്തൊരു റെസ്പെക്ട് തോന്നി. വളരെ സ്ട്രേഞ്ചായ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി. എന്ത് ധൈര്യമാണ് അവൾക്ക്. സൊസൈറ്റി അവൾ ഭയപ്പെടുന്നേയില്ല. അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. സ്കൂളിൽ ജേഹിക്ക് ഓൾറെഡി തന്നെ കുറെ പേരുകളുണ്ടായിരുന്നു. ആരെയും കൂസാത്ത പ്രകൃതം. എല്ലാ ദിവസവും നൈറ്റ് ക്ലബിൽ പോകും. ഓരോ മാസവും ബോയ് ഫ്രണ്ടുകളെ മാറ്റിക്കൊണ്ടിരിക്കും. ആര് പറഞ്ഞാലും ഒന്നും അനുസരിക്കില്ല. പക്ഷേ ഇതൊന്നും ജേഹിക്ക് ഒരു പ്രശ്നം പോലുമായിരുന്നില്ല. അവൾ അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ഒന്നുണ്ടാകുന്നത്. ക്ലാസ്സിലെ സ്റ്റുഡന്റ് ഫോറത്തിൽ ഒരു പെൺകുട്ടിയുടെ ചെസ്റ്റിന്റെ ഫോട്ടോ വന്നു. എല്ലാവരും അത് ജേഹിയാണെന്ന മട്ടിലൊക്കെ കളിയാക്കി പറയാനും അവളെ അപമാനിച്ച് സംസാരിക്കാനുമൊക്കെ ആരംഭിച്ചു. പക്ഷെ അതിനെതിരെ നിന്നതും പ്രതികരിച്ചതും സംസാരിച്ചതുമൊക്കെ ആകെ ഹ്യുങ്സു മാത്രമായിരുന്നു. പക്ഷേ അടുത്ത ദിവസം ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. ജേഹി നേരെ ക്ലാസ്സിലെത്തി. എല്ലാവരുടെയും മുമ്പിൽ നിന്ന് തന്റെ മേൽവസ്ത്രമങ്ങ് അഴിച്ച് തന്റെ മാറിടം കാണിച്ചു കൊടുത്തു. ഇപ്പൊ മനസ്സിലായില്ലേ, നിങ്ങൾ കണ്ട ഫോട്ടോ ഒന്നും എന്റേതല്ലെന്ന്. അതുകൊണ്ട് അത് പറഞ്ഞ് ഒരുപാട് ആരും ഫോറത്തേക്ക് കിടന്ന് കുണയ്ക്കാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് അവളങ്ങ് നടന്നു പോയി. ക്ലാസ് ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. തന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വളരെ ബോൾഡായി ഒരു തീരുമാനമെടുക്കുകയായിരുന്നു ജേഹി ചെയ്തത്. പതിയെയാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ ആ രണ്ടുപേരും പരസ്പരം അടുപ്പത്തിലാവാൻ തുടങ്ങി. ഒരാള് തീർത്തും പേടിയില്ലാത്ത, സമൂഹത്തെ ഭയക്കാത്ത വ്യക്തി. അടുത്താളാകട്ടെ എല്ലാം സമൂഹത്തിൽ നിന്നും മറച്ച് പേടിയോടെ ജീവിക്കുന്ന വ്യക്തി. പതിയെയാണെങ്കിലും അവരങ്ങ് ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. ഒരു ദിവസം സംസാരിക്കുമ്പോ ജേഹി അവനോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നേ? നീയായി ജീവിക്കാൻ തുടങ്ങ്. ഞാൻ മുമ്പ് ഫ്രാൻസിൽ ജീവിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ആരും ഇതുപോലെ ഭയപ്പെടാറില്ല. ഉടൻ ഹ്യുങ്സു ചോദിച്ചു, ഫ്രഞ്ച് ജനതയ്ക്ക് ഈ സ്വവർഗരതിയൊന്നും അപ്പൊ പ്രശ്നമല്ലേ? ഉടൻ വന്നു അവളുടെ മറുപടി, പൊട്ടന്മാരായ ആളുകളും വിട്ടികളുമൊക്കെ ലോകത്തെല്ലായിടത്തും കാണും. ഫ്രാൻസില് അവര് പൊതുവെ കുറവാണെന്ന് തോന്നുന്നു. എല്ലാത്തിലും ഹ്യുങ്സു ഭയപ്പെട്ടപ്പോ ജേഹി ഭയപ്പെട്ടതേയില്ല. അവള് ഇഷ്ടമുള്ള പ്രണയങ്ങൾ തിരഞ്ഞെടുത്തു. ഇഷ്ടമുള്ള ചെറിയ
വസ്ത്രങ്ങൾ വരെ ധരിച്ചു. പലതരം കിംവദന്തികൾ കേട്ടെങ്കിലും അതൊന്നും അവളെ ഒരു തരത്തിലും ബാധിച്ചില്ല. മറുവശത്ത് ഹ്യുങ്സുവിന്റെ പേടി മാറിയതേയില്ല. തന്റെ സെക്ഷ്വാലിറ്റി പുറത്തു വരുമോ, എല്ലാവരും അറിയുമോ, കളിയാക്കുമോ എന്നൊക്കെ ഭയന്ന് പലപ്പോഴും അവൻ ഒളിച്ചോടി. അങ്ങനെയിരിക്കെയാണ് ഒരു സ്കൂൾ ഇവന്റിൽ വെച്ച് സോഹോ എന്ന പേരുള്ള ഒരു പയ്യനുമായി അവൻ പരിചയപ്പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇരുവരും തമ്മിൽ ഒരു പ്രണയം രൂപപ്പെട്ടിരുന്നു. പതിയെ അവർക്കിടയിൽ ഫിസിക്കൽ അഫക്ഷനും രൂപപ്പെടാൻ തുടങ്ങി. ഇരുവരും സ്വവർഗരതിക്കാരാണ്. അവർ അത് പരസ്പരം മനസ്സിലാക്കി. ഇരുവർക്കും ഒരു നീണ്ട യഥാർത്ഥ പ്രണയം വേണം, യഥാർത്ഥ റിലേഷൻഷിപ്പ് വേണം എന്നുണ്ടായിരുന്നു. അവർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ ഹ്യുങ്സുവിന് സമൂഹത്തെ അപ്പോഴും പേടിയായിരുന്നു. പുറം ലോകം തങ്ങളുടെ ബന്ധം അറിയുമോ എന്ന ഭയം അവനെ വല്ലാതെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ അവനെപ്പോഴും തന്റെ പ്രണയിതാവിന്റെ അടുത്ത് നിന്ന് അകന്നു നിന്നു. ആകെ തന്നെപ്പറ്റി തുറന്നു പറയാൻ അവൻ ധൈര്യം കണ്ടെത്തിയത് ജേഹിയുടെ അടുത്തു മാത്രമായിരുന്നു. തന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ ജേഹിയോട് അവൻ സ്ഥിരം സംസാരിക്കും. മറുവശത്ത് ജേഹിയുടെ റിലേഷൻഷിപ്പും മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണ അത് പ്രശ്നമായി മാറി. ജേഹിയുടെ ബോയ്ഫ്രണ്ട് ഒരു മമ്മാസ് ബോയ് ആണ്, ഒരു അമ്മക്കുട്ടി. ഒരു തരത്തിലും അവൾക്ക് പല കാര്യങ്ങളിലും ഒത്തുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ നുണകൾ സഹിക്കാൻ പറ്റാതെ ഒരു ദിവസം അവൾ അവനുമായി ബ്രേക്കപ്പ് ആയി. അന്ന് രാത്രിയിലാണ് ഒന്ന് സംഭവിച്ചത്. അവള് അലക്കാനിട്ട തുണിയൊക്കെ എടുക്കുകയായിരുന്നു. പെട്ടെന്നാണ് ജനലിന്റെ ഭാഗത്ത് ഒരു അനക്കം കണ്ടത്. അവള് തുറന്നു നോക്കിയപ്പോ ഒരാൾ അവളുടെ ജനലിന്റെ ഭാഗത്ത് തള്ളിപ്പിടിച്ചു കിടക്കുന്നു. ഒളിഞ്ഞു നോട്ടമാണ് ശ്രമം, ചിലപ്പോ മോഷണ ശ്രമവുമാകാം. ഒരു നിമിഷം അവളൊന്ന് സ്തബ്ധയായി പോയി. ഭാഗ്യവശാൽ കൃത്യസമയത്തായിരുന്നു ഹ്യുങ്സു ആ വഴി വന്നത്. ഹ്യുങ്സു അത് കണ്ടു. പ്രശ്നത്തിൽ ഇടപെട്ട് ആ മനുഷ്യനെ കൈയോടെ പിടികൂടി പോലീസിനെ വിളിച്ച് പോലീസിനെയും ഏൽപ്പിച്ചു. അന്ന് ആദ്യമായി ജെഹിക്ക് താൻ വല്ലാതെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടു എന്ന് തോന്നി. അവളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഹ്യുങ്സുവിന് വല്ലാത്ത പേടി തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അനുവാദത്തോടെ അവളുടെ കൂടെ റൂം ഷെയർ ചെയ്യാൻ തീരുമാനിച്ച് ഹ്യുങ്സു അങ്ങോട്ടേക്ക് എത്തി. ഇരുവരും തമ്മിൽ ഒരു റൂം കോൺട്രാക്ട് ഉണ്ടാക്കി. റൂം ഷെയർ ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കൾ ഒരു കോ-ലിവിംഗ് എഗ്രിമെന്റ് വരെ അവർ ഒപ്പുവെച്ചു. അത്രമേലടുത്ത സൗഹൃദമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അവർ ലവേഴ്സ് ഒന്നുമല്ല. പക്ഷേ ലൈംഗികത മാറ്റി നിർത്തിയാൽ അത്രമേലടുപ്പം ഇരുവർക്കും ഉള്ളിലുണ്ടായിരുന്നു. ഇരുവരും ഒന്നിച്ച് രാത്രി വൈകിയും സിനിമകൾ കണ്ടു, ഭക്ഷണം ഷെയർ ചെയ്തു, വസ്ത്രങ്ങൾ ഷെയർ ചെയ്തു, സീക്രട്ടുകൾ വരെ പരസ്പരം ഒന്നും മറച്ചുവെച്ചിട്ടില്ലാത്ത രീതിയിൽ പറഞ്ഞു. നാളുകൾ അവർക്കിടയിൽ വേഗം തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, ഒരു കൊല്ലം അത്രമേൽ വേഗത്തിലായിരുന്നു കടന്നുപോയത്. പക്ഷേ കാലം ഓരോന്നിനും മാറ്റങ്ങൾ വരുത്തുമല്ലോ. പതിയെ പതിയെ ഓരോ ടെൻഷനുകൾ ഉടലെടുക്കാൻ തുടങ്ങി. ഇരുവരും തമ്മിൽ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ആരംഭിച്ചു. കൂടുതലും അവരുടെ ബോയ്ഫ്രണ്ട്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ്. ജേഹിയുടെ പുതിയ ബോയ്ഫ്രണ്ടിന് മറ്റു പെൺകുട്ടികളുടെയൊക്കെ ഫോട്ടോ ലൈക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരിക്കൽ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുകയും തുടർച്ചയായി ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ കണ്ടപ്പോ ജേഹിക്ക് ഒരു വല്ലായ്മ തോന്നി. അതിനെപ്പറ്റി കാമുകനെ അവൾ ചോദ്യം ചെയ്തു. എന്തോ ശരിയല്ലെന്ന് അവളുടെ ഇൻസ്റ്റിങ്ക്റ്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കാമുകൻ പറഞ്ഞത് ആ പെൺകുട്ടി തന്റെ സഹോദരിയാണെന്നും അതിലെന്താ തെറ്റുമെന്ന മട്ടിലുമായിരുന്നു. ജേഹിക്ക് അത് വിശ്വസിക്കേണ്ടി വന്നു. പക്ഷേ ഒരു ദിവസം അത് മുഴുവൻ കളവാണ് എന്ന് ജേഹി കൺമുമ്പിൽ കണ്ടു. അന്നൊരു ക്ലബ് ഇവന്റ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഇരുവരെയും ജേഹി ഒന്നിച്ചു കണ്ടു. സത്യം അവൾക്ക് കൺമുമ്പിൽ കാഴ്ചയായി മനസ്സിലാവുകയും ചെയ്തു. അവൾ അവന്റെ സിസ്റ്റർ ഒന്നുമല്ല, മറിച്ച് ഒരു ഗേൾഫ്രണ്ട് തന്നെയാണ്. ജേഹി അവനോട് വഴക്കിട്ടപ്പോ അവനതിൽ ക്ഷമ പോലും ചോദിച്ചില്ല. മറിച്ച് ജേഹിയെ കുറ്റപ്പെടുത്തുകയും മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയും അപമാനിക്കുകയും ഒക്കെയായിരുന്നു ചെയ്തത്. നിന്നെപ്പോലൊരു പെണ്ണിനെ ഏതൊരാണാ സീരിയസ് ആയിട്ട് എടുക്കുക? ഉള്ള ശരീരം കാണിച്ചുള്ള വസ്ത്രം ധരിച്ച് മറ്റുള്ള ആളുകളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. നീയൊക്കെ ഒരു പോക്ക് കേസാണെന്നല്ലേ ചിന്തിക്കുള്ളൂ, അത്രയ്ക്കേ എനിക്കുള്ളൂ എന്ന മട്ടിലായിരുന്നു അവൻ പറഞ്ഞത്. അതൊക്കെ കേട്ട് ജേഹി ആകെ തകർന്നു പോയി. അവിടെ നിന്ന് പുറത്തേക്ക് വന്നിയവൾ ഒരു ആശ്വാസത്തിന് വേണ്ടി സംസാരിക്കാൻ ഹ്യുങ്സുവിനെ വിളിച്ചു. ബാറിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതേ സമയം ഹ്യുങ്സു മറ്റൊരിടത്തായിരുന്നു. അന്ന് അവന് മറ്റൊരു പരിപാടിയുമുണ്ട്. ഹ്യുങ്സുവിന്റെ കാമുകൻ സോഹോ അവനെ ഗിത്താർ ക്ലബ് എന്ന് പറഞ്ഞ ഒരിടത്തേക്ക് ക്ഷണിച്ചിരുന്നു. ഹ്യുങ്സു അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. സോഹോയെ വിശ്വസിച്ചാണ് അവൻ അങ്ങോട്ടേക്ക് ചെന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് അത് ഒരു LGBTQ റൈറ്റ്സ് ഗ്രൂപ്പാണ്. വല്ലാത്തൊരു ഭയം അവനിൽ നിറയാൻ തുടങ്ങി. പുറം ലോകത്തിനു മുമ്പിൽ തന്റെ സത്യാവസ്ഥ തുറന്നു പറയാനുള്ള ഒരു മനോഗതി അവനപ്പോൾ ഉണ്ടായിരുന്നില്ല. അതിലേക്ക് അവൻ പാകപ്പെട്ടിരുന്നില്ല. പക്ഷെ അവിടെ പെട്ടെന്നൊരു പ്രശ്നമരങ്ങേറാൻ തുടങ്ങി. സുഹോയും അതിൽ പെട്ടിട്ടുണ്ട്. അത് കണ്ടതും ഹ്യുങ്സു അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു. സുഹോയെ സംരക്ഷിക്കാൻ നോക്കി. എന്നിരുന്നാലും അവിടെ നടന്ന പ്രശ്നങ്ങളിൽ ഹ്യുങ്സുവിനും നല്ല തല്ലുകൊണ്ടിരുന്നു. ആ പ്രശ്നങ്ങൾ അരങ്ങേറിയതുകൊണ്ട് ജേഹിയുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞെങ്കിലും അന്ന് രാത്രി ബാറിൽ ചെന്ന് അവളെ മീറ്റ് ചെയ്യാൻ അവന് സാധിച്ചിരുന്നില്ല. ബാറിലിരിക്കുകയായിരുന്ന ജേഹി ഒരുപാട് മദ്യപിച്ചു. ആകെ അവശതയിലും ചിന്തയിലും അവൾ പൂണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഒരു സ്പൈക്ഡ് ഡ്രിങ്കും കിട്ടി. അവൾ അതും വാങ്ങി കുടിച്ചു. പക്ഷേ പിറ്റേന്ന് പുലർച്ചെ
അക്കാര്യത്തിൽ അവൾ റിഗ്രറ്റ് ചെയ്തിരുന്നു. കണ്ണു തുറക്കുമ്പോൾ അവൾ മറ്റൊരാൾക്കൊപ്പം കിടക്ക പങ്കിട്ട് കഴിഞ്ഞിരുന്നു. ദേഷ്യത്തിലും സങ്കടത്തിലും വെറുപ്പിലും അവൾ അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു ചെന്നു. വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറിയപ്പോ ഹ്യുങ്സു ഉറങ്ങുകയാണ്. വേസ്റ്റ് കൊണ്ടു കളഞ്ഞിട്ടില്ല, തലേന്ന് കളഞ്ഞേക്കാം എന്ന് ഹ്യുങ്സു പറഞ്ഞതായിരുന്നു. പക്ഷേ എല്ലാ ദേഷ്യവും കൂടി അവളിൽ ഇരച്ചു കയറി വന്നു. അതിന്റെ പേരിൽ ഹ്യുങ്സുവുമായി അവളന്ന് വലിയ വാക്കുതർക്കം തന്നെ നടത്തി. അവളുടെ പ്രശ്നം ഒരിക്കലും വേസ്റ്റ് ഹ്യുങ്സു കൊണ്ടുകളയാത്തതായിരുന്നില്ല, മറിച്ച് തലേന്ന് ഹ്യുങ്സു വരാതിരുന്നതായിരുന്നു. പക്ഷേ വാക്കുതർക്കത്തിലും ദേഷ്യത്തിലും അത് പെട്ടെന്ന് വെളിപ്പെടില്ലല്ലോ. ഹ്യുങ്സുവും വേസ്റ്റിന്റെ കാര്യം പറഞ്ഞ് അവളുമായി വലിയ രീതിയിൽ തർക്കിച്ചു. ഒരിക്കൽ പോലും അവൾ വീട് ക്ലീനാക്കാറില്ലെന്നും വീട് മുഴുവൻ അവളുടെ മുടിയാണ് എന്നൊക്കെ അവൻ വലിയ രീതിയിൽ സംസാരിച്ചു. ഒടുവിൽ ഒരു ഘട്ടത്തിൽ ഹ്യുങ്സു ദേഷ്യം വന്ന് വാതിലടച്ച് പുറത്തേക്കിറങ്ങിപ്പോയി. പക്ഷെ പെട്ടെന്നാണ് അവൾ കരയുന്ന ശബ്ദം അവൻ കേട്ടത്. പോയ പോലെ അവൻ തിരികെ വീടിനകത്തേക്ക് കയറി വന്നു. അവളെ പിടിച്ചു നിർത്തി എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. എന്താ സംഭവിച്ചതെന്ന് വളരെ ജെന്റിലായി തിരക്കി. അപ്പോഴാണ് ജെഹിയും അവന്റെ മുഖത്ത് അടിയേറ്റ പാടുകൾ കാണുന്നത്. എന്താ പറ്റിയതെന്ന് അവൾ ആശങ്കയോടെ തിരക്കി. പിന്നാലെ അവർ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. ഒടുവിൽ ഒന്നിച്ച് സമാധാനത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇരുവരും പരസ്പരം ആശ്വസിപ്പിച്ചു. അന്ന് രാത്രിയിൽ അവർ അന്നേ വരെ പരസ്പരം പറയാതിരുന്ന, ആർക്കും അറിയില്ലാത്ത അവരുടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ പരസ്പരം പങ്കുവെച്ചു. എന്റെ സെക്ഷ്വാലിറ്റി എന്താണെന്ന് എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അമ്മ ഒരിക്കലും എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. അവർക്ക് അത് മനസ്സിലായിട്ടുമില്ല. അവരത് മനസ്സിലാക്കിയത് മുതൽ ദൈവത്തോട് വലിയ പ്രാർത്ഥനയാണ്. എന്നെ പിടികൂടിയ ചെകുത്താനെ എന്നെ അകറ്റണമേ എന്ന്. പലപ്പോഴും ആളുകൾ എന്നോട് പോയി ചാവാൻ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ചാവണ്ട, എനിക്ക് ജീവിച്ചാ മതി. ജെഹി പറഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഡ്രോയിങ് ക്ലാസ്സിൽ എല്ലാവരോടും ഒരു മിൽക്ക് കാർട്ടൺ വരയ്ക്കാൻ അധ്യാപകൻ ആവശ്യപ്പെട്ടു. എല്ലാവരും പെർഫെക്റ്റ് ആയ മിൽക്ക് കാർട്ടൺ വരച്ചു. പക്ഷെ അവൾ വരച്ചത് ചുളിക്ക് കൂട്ടിയ തരത്തിലുള്ള ഒരു മിൽക്ക് കാർട്ടൺ ആയിരുന്നു. ഭൂരിപക്ഷം വരച്ചത് പെർഫെക്റ്റ് ആയ മിൽക്ക് കാർട്ടൺ ആണ് എന്നതിന്റെ പേരിൽ നന്നായി വരച്ച അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തി കളിയാക്കി, ബുള്ളി ചെയ്തു. അന്നവൾ തിരിച്ചറിഞ്ഞു, ഭൂരിഭാഗം പേരുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും അവർ ഒറ്റക്കെട്ടായാൽ മറ്റുള്ളവർ തെറ്റുകാരാകും. അന്നു മുതൽ ഞാൻ ആരെയും ഭയപ്പെടാറില്ല. അവരുടെ ആ ഷെയർഡ് മെമ്മറീസ് അവരെ കൂടുതൽ അടുപ്പിച്ചു. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റപ്പോ ഹ്യുങ്സു തന്റെ കയ്യിൽ ഒരു ടാറ്റു കണ്ടു. ജെഹിയുടെ കയ്യിലും അത്തരത്തിലൊന്നുണ്ടായിരുന്നു. ഞെട്ടലോടെ അപ്പോഴാണ് അവരക്കാര്യം ഓർക്കുന്നത്. തലേന്ന് രാത്രി വിശേഷങ്ങൾ പങ്കുവെച്ച് സംസാരിച്ച് ഒരുപാട് കുടിച്ച് അവർ പുറത്തിറങ്ങി. അവർ ഒരു ടാറ്റു ഷോപ്പിൽ പോയി. ജീവിതകാലം മുഴുവൻ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് പറഞ്ഞ് ഇരുവരുടെയും പേരുകൾ പരസ്പരം ടാറ്റു കുത്തി. പക്ഷെ അത് കണ്ടിട്ടും അവർക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. പിന്നീടായിരുന്നു അത് സംഭവിച്ചത്. കുറച്ചു നാളുകൾക്ക് ശേഷം ജെഹി പ്രഗ്നന്റ് ആണ് എന്ന് മനസ്സിലായി. അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ ഹ്യുങ്സു ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആശുപത്രിയിൽ അവൾ ഡോക്ടറെ കണ്ടു. ഗർഭചിത്രം വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഡോക്ടർ അവളെ ഒരുപാട് വഴക്ക് പറയുകയായിരുന്നു ചെയ്തത്. അവൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരമൊരു ഗർഭം സംഭവിച്ചതെന്നും നിന്നെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയാ എന്ന മട്ടിലായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടപ്പോ സഹിക്കാൻ പറ്റാതെ അവൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി. ഹ്യുങ്സു അവളുടെ പിന്നാലെ ചെന്ന് അവളെ ആശ്വസിപ്പിച്ചു. അന്ന് ഒരാൾ അവളെ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി അങ്ങനെ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ, അവളുടെ തെറ്റല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ജനങ്ങൾ എത്രമേൽ ക്രൂരരാണെന്നും എന്തുമാതിരി ജഡ്ജ്മെന്റലാണെന്നും ഒക്കെ പറഞ്ഞ് അവൾ വിഷമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തായാലും വേണ്ട കാര്യങ്ങൾ തന്നെ നടന്നു. ഒടുവിൽ അവൾ സുഖപ്പെട്ട് തിരികെ എത്തിയപ്പോ അവൾ വീട്ടിലെത്തി തന്റെ ടേബിൾ ക്ലീൻ ചെയ്തു. പഠിക്കാൻ ആരംഭിച്ചു. കൂട്ടത്തിൽ ജോലി തിരയാനും ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധാരണ പെൺകുട്ടിയായി മാറണം എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ അപ്പോൾ ഉടലെടുത്തിരുന്നു. മറുവശത്ത് ഹ്യുങ്സുവിന് നിർബന്ധിത ആർമി സേവനത്തിന്റെ സമയമെത്തി. അവൻ അതിനായി പുറപ്പെട്ടു. ഹ്യുങ്സുവില്ലാത്ത ആ വിദ്യാലയം ജെഹിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ സമ്മാനിച്ചിരുന്നു. വിദ്യാഭ്യാസം ഒരു തരത്തിൽ പൂർത്തിയാക്കി ജെഹി ഇംഗ്ലീഷിലെ ഉപരിപഠനത്തിന് ഓസ്ട്രേലിയയിലേക്ക് പോയി. പിന്നീട് രണ്ടിടത്തായി വർഷങ്ങളോളം അവർ പോസ്റ്റ് കാർഡിലൂടെയും മറ്റുമായിരുന്നു സംസാരിച്ചത്. ആ അകലം അവരുടെ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയതേ ഉള്ളൂ. ഒടുവിൽ ഗ്രാജുവേറ്റായി ജെഹി സൗത്ത് കൊറിയയിലേക്ക് തിരികെ എത്തി. ഇന്റർവ്യൂവിലും മറ്റുമായി ഒടുവിൽ മികച്ചൊരു മാർക്കറ്റിംഗ് ജോലിയിലേക്കും അവൾ എത്തിച്ചേർന്നു. മറുവശത്ത് ഹ്യുങ്സു തന്റെ മിലിറ്ററി ട്രെയിനിങ്ങും പൂർത്തിയാക്കിയിരുന്നു. അവനും അവരുടെ ആ ഷെയർഡ് അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് കാര്യങ്ങൾ മാറിയിരുന്നു. ജെഹി ഇപ്പോൾ പഴയ കെയർ ഫ്രീ ഗേളൊന്നുമല്ല. എപ്പോഴും ഡെഡ്ലൈൻസിനെ പറ്റിയും ബോസുമാരുമായുള്ള ഡിഫിക്കൽട്ടികളെ പറ്റിയുമൊക്കെ സംസാരിക്കുന്ന, പൊതുലോകത്തെ ഭയപ്പെടുന്ന ഒരു ശരാശരി ലേഡിയാണ്. ഹ്യുങ്സു ആകട്ടെ തന്റെ പഠനം തുടർന്നു. എങ്ങനെയെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ജോലിക്ക് കയറണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. ഈ ഒരു സമയത്ത് ജെഹി ഒരു ലോയറുമായി പ്രണയത്തിലായിരുന്നു. മറുവശത്ത് ഹ്യുങ്സുവിന്റെ സൂഹോയുമായുള്ള റിലേഷൻഷിപ്പ് വല്ലാതെ സ്ട്രെയിൻഡ് ആയി തുടങ്ങി. പൊതുലോകത്തിൽ
ലോകത്തിനു മുമ്പിലൊക്കെയും തുറന്നു പറഞ്ഞ് ഒന്നിച്ച് ഗേ കപ്പിൾസായി ജീവിക്കാൻ സോഹോ അവനോട് പറഞ്ഞു. പക്ഷേ പുറം ലോകത്തിനു മുമ്പിലേക്ക് വരാൻ ഹ്യുങ്സു അപ്പോഴും മടിക്കുന്നുണ്ടായിരുന്നു. ആ ഭയം അവനെപ്പോഴും വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവർക്കിടയിൽ അതൊരു പ്രശ്നമായി മാറി. തന്റെ ഫീലിംഗ്സിനെയും മറ്റും സോഹോ മനസ്സിലാക്കുന്നില്ല എന്ന് ഹ്യുങ്സു ആരോപിച്ചു. ജേഹിയുടെ മാറ്റങ്ങളും നാൾക്കുനാൾ വഷളായി വന്നുകൊണ്ടിരുന്നു. ജേഹി ഡ്രസ് എടുക്കാൻ പോകും. പണ്ടവൾ ധരിച്ചിരുന്ന മനോഹരമായ വസ്ത്രങ്ങൾ അവൾ നോക്കിക്കാണും. പക്ഷെ അതെടുക്കാൻ അവൾക്ക് ധൈര്യം തോന്നില്ല. ഓഫീസിന് അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. മാത്രമല്ല പുറത്തൊക്കെ അത് ഇട്ടിട്ട് പോലും അത്ര ശരിയല്ല എന്നൊരു തോന്നലാണ് അവൾക്ക്. ബോയ് ഫ്രണ്ടിനും അത് ഇഷ്ടപ്പെടില്ലായിരിക്കും എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. ഹ്യുങ്സുവിന് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സംസാരിക്കുമ്പോ ജേഹി ഹ്യുങ്സുവിനോട് പറഞ്ഞു, വേഗം അങ്ങനെ സെറ്റിൽ ആവാനൊന്നും നോക്കണ്ട. നിനക്കൊരു ഡ്രീം ഉണ്ടായിരുന്നല്ലോ റൈറ്റർ ആവുന്ന. അതിനുവേണ്ടി നീ ശ്രമിക്കാൻ നോക്ക്. പക്ഷേ സ്വപ്നങ്ങൾ കൊണ്ട് വാടക കൊടുക്കാനും ചിലവുകാശ് നേടാനും സാധിക്കില്ലല്ലോ എന്നായിരുന്നു ഹ്യുങ്സുവിന്റെ മറുചോദ്യം. ഒരു ദിവസം സബ്വേയിൽ യാത്ര ചെയ്യുമ്പോ ജേഹി ഒരു കാഴ്ച കണ്ടു. തന്റെ എതിരിൽ ഒരു വർക്കിംഗ് ലേഡി ഇരിക്കുന്നു. അവർ വല്ലാതെ ടയേർഡാണ്, എക്സോസ്റ്റഡ് ആണ്. ജീവിതത്തിലെ നിരാശയും മറ്റും അവരുടെ മുഖത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അവരുടെ പിന്നിലെ ഗ്ലാസിലെ റിഫ്ലക്ഷനിൽ തന്നെ ആ സമയം ജേഹി നോക്കിക്കണ്ടു. തന്റെ യാത്ര ആ ഒരു അവസ്ഥയിലേക്കാണ് എന്നവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. താനും ഒരുപാട് ടയേർഡാണ്. ഒരുപാട് മാറ്റങ്ങൾ തന്നിൽ വന്നിരിക്കുന്നു. അതും തനിക്കിഷ്ടമല്ലാത്ത മാറ്റങ്ങൾ. അന്ന് രാത്രി അവരുടെ ആ ഷെയർഡ് റൂമിലെ ഹീറ്റർ കംപ്ലൈന്റ് ആയി. തണുപ്പ് കാലമാണ്. ഒടുവിൽ ഒരേ ബെഡിൽ മൂടിപ്പുതച്ചായിരുന്നു അവർ കിടന്നത്. പിറ്റേന്ന് പുലർച്ചെ അവർ വീട്ടിലായിരിക്കെ തമാശ രീതിയിൽ എപ്പോഴും അവൾ ചെയ്യുന്ന പോലെ ഹ്യുങ്സുവിന്റെ പുറത്തു ചാടി കയറി. ഹ്യുങ്സു വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുകയായിരുന്നു. കൃത്യസമയത്താണ് ലോയറായി അവളുടെ കാമുകൻ വന്നത്. കാമുകൻ അവളെ അങ്ങനെ കണ്ടതും വലിയ തോതിൽ പൊട്ടിത്തെറിച്ചു. ഹ്യുങ്സുവിനെ തല്ലാനും മറ്റുമായി മുന്നിട്ട് വന്നു. അയാളെ തടയുവാൻ ജേഹി ഇടയ്ക്ക് കയറി. ഒടുവിൽ അയാളെ വിശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഹ്യുങ്സു ഒരു സ്വവർഗാനുരാഗിയാണ് എന്ന കാര്യം അയാളോട് അവൾ പെട്ടെന്നങ്ങ് പറഞ്ഞു. ഹ്യുങ്സുവിന് ഞെട്ടലായിരുന്നു ഉണ്ടായത്. അധികം വൈകിയില്ല. ജേഹിയുടെ കാമുകൻ ഹ്യുങ്സുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനും മറ്റും പറഞ്ഞ് അവളോട് വലിയ വഴക്കിട്ടു. ജേഹി ഒട്ടും മടിക്കാതെ അയാളുമായി അങ്ങ് ബ്രേക്കപ്പ് ചെയ്തു. പക്ഷേ മറുവശത്ത് ഹ്യുങ്സു താൻ ചതിക്കപ്പെട്ട പോലെ ഫീൽ ചെയ്തിരുന്നു. തന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെയാണ് ജേഹി തന്റെ കാമുകനോട് ഹ്യുങ്സുവിന്റെ സെക്ഷുവാലിറ്റി വെളിപ്പെടുത്തിയത്. അവൻ എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചിരുന്ന കാര്യം അതവന് വലിയ ആഘാതമായി മാറിയിരുന്നു. വളരെയധികം വേദനയിലാണ്ടുപോയ അവൻ അവിടെ നിന്നും മാറി താമസിക്കാൻ തീരുമാനിച്ചു. ജീവിതകാലം മുഴുവൻ നീ ആരാണെന്നും മറച്ചു നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ജേഹി അവനോട് പറഞ്ഞത്. അവർ തമ്മിൽ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടായി. ഒടുവിൽ ഹ്യുങ്സു സൂട്ട് കേസും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അന്ന് രാത്രിയിൽ ജേഹി തനിച്ചായിരുന്നു ഡിന്നർ കഴിച്ചത്. ഹ്യുങ്സുവും മറ്റൊരിടത്താണ്. വല്ലാത്തൊരു കുറ്റബോധവും ഒറ്റപ്പെടലും ഇരുവർക്കും തോന്നി. പണ്ട് തന്നെ സംരക്ഷിച്ച് അവൾക്കായി മാറിയ ലൈറ്റർ ഹ്യുങ്സു ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരുന്നു. ചിലതിനൊക്കെ നേരമായി എന്ന് ഹ്യുങ്സുവിന് തോന്നിയിരുന്നു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് ഹ്യുങ്സു തന്റെ അമ്മയുടെ അടുത്തെത്തി. തന്റെ സത്യങ്ങൾ അമ്മയോട് തുറന്നു പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് അതിനോടകം തന്നെ ഒക്കെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അമ്മ കണ്ട ഒരു സിനിമയുടെ ടിക്കറ്റിന്റെ കോപ്പി അവന്റെ കയ്യിൽ ലഭിച്ചു. വളരെ ഫേമസ് ആയ ഒരു LGBTQ സിനിമയായിരുന്നു അത്. ആ സിനിമ കണ്ട് തന്റെ മകന്റെ അവസ്ഥ എന്താണെന്നും സത്യം എന്താണെന്നും അവർ തിരിച്ചറിഞ്ഞിരുന്നു. തന്റെ അമ്മ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ടെന്ന തിരിച്ചറിവ് വലിയൊരു ആശ്വാസമായിരുന്നു ഹ്യുങ്സുവിന് കൊടുത്തത്. ഹ്യുങ്സുവും തന്റെ സെക്ഷുവാലിറ്റിയെ സ്വയം അംഗീകരിക്കാൻ ആരംഭിച്ചു. പണ്ട് താൻ ഭയന്നു മാറി നിന്ന LGBTQ ഗ്രൂപ്പിലേക്ക് അവൻ ധൈര്യത്തോടെ ചെന്നു. സോഹോയെ കാണാനും പോയി. പക്ഷേ സോഹോ അപ്പോഴേക്കും മൂവ് ഓൺ ചെയ്തിരുന്നു. അവനിപ്പോ മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഹ്യുങ്സോ അവനോട് ദേഷ്യപ്പെട്ടില്ല. അവൻ ചെയ്തു തന്ന എല്ലാ സഹായത്തിനും അവനോട് നന്ദി പറഞ്ഞു. അവനായി കൊണ്ടുവന്ന പണ്ടവർ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ വാങ്ങിയ വില കൂടിയൊരു ഷൂസ് നൽകി. പരസ്പരം നല്ല രീതിയിൽ ഒരു ഗുഡ് ബൈ പറഞ്ഞ് ആ റിലേഷൻഷിപ്പ് അവർ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. മറുവശത്ത് ജേഹിയുടെ ജീവിതത്തിലും ചിലത് സംഭവിക്കുകയായിരുന്നു. ആ ഒരു ദിവസം രാത്രി ഓഫീസിലുള്ള എല്ലാവരും ഒന്നിച്ച് ഒരു ഡിന്നറിന് പോയിരുന്നു. അവിടെ വെച്ച് മദ്യപിച്ചൊക്കെ ഇരിക്കുമ്പോ ഓഫീസിലെ ഒരാള് സ്വവർഗരതിക്കാരെ കളിയാക്കി ഒരു മോശം തമാശ പറഞ്ഞു. ജേഹിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ജേഹി അവിടെ വെച്ച് തന്നെ പ്രതികരിച്ചു. അന്നവൾ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോ വീട്ടിൽ ലേറ്റ് കണ്ടു. ഹ്യുങ്സു തിരികെ വന്നതായിരിക്കുമെന്ന് ഓർത്ത് അവൾക്കൊരു സന്തോഷം തോന്നി. അവളോട് വീട്ടിലെത്തി. പക്ഷേ വീട്ടിൽ കണ്ടത് അവളുടെ പഴയ ബോയ് ഫ്രണ്ടിനെയായിരുന്നു. തന്നെ അവൾ ചതിച്ചതാണ് എന്ന് പറഞ്ഞ് അവളെ അയാൾ അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചു. ഭയന്ന് അവൾ പുറത്തേക്കിറങ്ങി ഓടി. ഹ്യുങ്സുവിനെ വിളിച്ചു. ഫോൺ എടുത്തപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാനായിരുന്നു അവൾ ശ്രമിച്ചത്. പക്ഷെ അവൾ അപകടത്തിലാണ് എന്ന് ഹ്യുങ്സുവിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവളുമായി അവൻ സംസാരിച്ചു. അധികം വൈകാതെ അവൻ അവിടെ നിന്നോടി. അവളെ തല്ലിയ അവളുടെ എക്സുള്ള ബാറിലേക്ക് ചെന്നു. അവിടെ വെച്ച് ശക്തമായൊരു ഫൈറ്റ് തന്നെ നടന്നു. ഹ്യുങ്സു
ഹ്യുങ്സു അവനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഒടുവിൽ വിഷയം പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ വെച്ച് ജേഹിയുടെ എക്സ് ഹ്യുങ്സു ഗേ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അലറി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവനൊരു മടിയും കാണിച്ചില്ല. ഹ്യുങ്സു തന്നെ എഴുന്നേറ്റ് നിന്നു. താനൊരു സ്വവർഗാനുരാഗിയാണെന്ന് സമ്മതിച്ചു. കൂട്ടത്തിൽ ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും അതുകൊണ്ടാണ് ഇവളെ ഉപദ്രവിച്ചപ്പോ താനത് ചോദിക്കാൻ പോയത് എന്നും അവൻ വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തവർ പുറത്തിറങ്ങി. പുറത്തിരുന്ന് അവർ സംസാരിച്ചു. സുഹോയുടെ പുതിയ ബോയ്ഫ്രണ്ടിനെ പറ്റിയും മറ്റും ജീവിതത്തിലെ മാറ്റങ്ങളെ പറ്റിയും ഹ്യുങ്സു ജേഹിയോട് പറഞ്ഞു. മുമ്പ് ധൈര്യം സംഭരിച്ച് സമൂഹത്തെ ഭയക്കാതെ തന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറഞ്ഞു വന്നിരുന്നെങ്കിൽ സുഹോയുമായി സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞവൻ വേദനയോടെ വിതുമ്പി. അവനെ കെട്ടിപ്പിടിച്ച് അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ ജീവിതത്തിൽ പഴയ ആ ധൈര്യം വീണ്ടും തിരികെ വരാൻ തുടങ്ങിയിരുന്നു. സമൂഹത്തെ ഭയന്നോടിയാൽ എന്നും നഷ്ടങ്ങൾ മാത്രമായിരിക്കും. അടുത്ത ദിവസം അവളുടെ ജോലിസ്ഥലത്ത് അത് പ്രതിഫലിച്ചു. പുതുതായി ജോലിക്കെത്തിയ ഒരു പെൺകുട്ടിയെ സീനിയർ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് നിന്ന് അതിനെതിരെ പ്രതികരിച്ചു. അന്ന് പുറത്തിറങ്ങി അവൾ സിഗരറ്റ് കത്തിച്ചു വലിച്ചു. എഴുതപ്പെടാത്ത നിയമങ്ങൾ കമ്പനിയിൽ പാലിക്കപ്പെടേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അത്. അവളുടെ ആ ആവേശവും ധൈര്യവും സത്യസന്ധതയുമൊക്കെ അവരുടെ അതേ കമ്പനിയിലുണ്ടായിരുന്ന മറ്റൊരു യുവാവ് ശ്രദ്ധിച്ചിരുന്നു. അയാൾക്കവൾ ഒരുപാട് അട്രാക്റ്റീവായി തോന്നി. പതിയെ പതിയെ അവർക്കിടയിൽ ഒരു പ്രണയവും രൂപപ്പെട്ടു. ഹ്യുങ്സുവും ജേഹിയും ഒന്നിച്ചായിരുന്നല്ലോ താമസം. പതിയെ പതിയെ വീണ്ടും ജേഹി താൻ പണ്ട് പരിചയപ്പെട്ട പഴയ പെൺകുട്ടിയായി മാറുന്നതും അവളുടെ ധൈര്യം പുറത്തു വരുന്നതും അവൾ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഹ്യുങ്സു കൺമുമ്പിൽ കണ്ടു. അവനും തന്റെ സുഹൃത്തിനെ ഓർത്ത് ഒരുപാട് സന്തോഷം അനുഭവപ്പെട്ടു. അങ്ങനെയൊടുവിൽ ജേഹിയുടെ വിവാഹ ദിവസം എത്തി. അവളുടെ കാമുകനും അവളും തമ്മിലുള്ള വിവാഹം. അവളുടെ വെൽവിഷറായി, അവളുടെ ഫാമിലിയായി, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായി ഹ്യുങ്സു അവിടെ ഉണ്ടായിരുന്നു. അന്നവിടെ മനസ്സ് തുറന്ന് ഹ്യുങ്സു നൃത്തം ചെയ്തു. വളരെ ഇമോഷണലായി ആ വിവാഹവേദിയിൽ അവൻ സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംരക്ഷിച്ച് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ, പിന്നീട് വഴികാട്ടിയായി കൂടെ നിന്നവൾ, ധൈര്യം പകർന്നവൾ, എന്റെ സ്വന്തം വില എനിക്ക് മനസ്സിലാക്കി തന്നവൾ. അവന്റെ വാക്കുകളിൽ അവരുടെ സൗഹൃദം എത്രമേൽ ഉന്നതിയാർന്നതാണ് എന്ന് തെളിഞ്ഞു കാണപ്പെടുന്നുണ്ടായിരുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് അവൻ തിരികെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അവളില്ലാത്ത അപ്പാർട്ട്മെന്റ്. പക്ഷേ അതവനും പുതിയൊരു തുടക്കമായിരുന്നു. പണ്ടവൾ ഉപദേശിച്ച പോലെ, ആഗ്രഹിച്ച പോലെ അവൻ എഴുതാൻ ആരംഭിച്ചു. ജയ് അവളുടെ ഹണിമൂണിലായിരുന്നു. അതിനിടയിൽ അവൾ അവനെ വിളിച്ചു. അവന് പറ്റിയൊരു ബോയ്ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടെന്നും നോക്കുന്നോ എന്നും ചോദിച്ചായിരുന്നു വിളി. അവളുടെ സംസാരവും തനിക്കായി അവൾ പാർട്ട്ണറെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നതും ഒക്കെ കേട്ട് അവൻ ചിരിച്ചുകൊണ്ടിരുന്നു. ആ ദൃശ്യങ്ങളോടെ അവരുടെ സൗഹൃദം തുടർന്നുകൊണ്ടിരിക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ലവ് ഇൻ ദ ബിഗ് സിറ്റി എന്ന ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.